നമുക്കിന്ന് ഒരു 7 വർഷം മുന്നേ എക്സാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ നടക്കുന്ന ഒരു കഥ പറയാം. ഇതിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, തങ്കു, ചപ്പുടു. തങ്കു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്താത്ത, എൽഡർ സിസ്റ്റർ. ആൻഡ് ചപ്പുടു എന്ന് പറഞ്ഞാൽ എൻ്റെ യങ്ങർ സിസ്റ്റർ. തങ്കു എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിപ്പ് ആൻഡ് എക്സ്ട്രോവേർട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ അവൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വയ്യേ സ്കൂളിൽ നിന്ന് വരുവുള്ളൂ. ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് അവൾ വരുവുള്ളൂ. പക്ഷെ ഞാനും ചപ്പുടും അങ്ങനെയല്ല. ഞങ്ങൾ എങ്ങനെയാണ് എക്സാമിന് ജയിക്കുന്നതെന്നുള്ള നിർണായക നിമിഷമാണ് ഈ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് എത്തുന്ന ആ ഒരു 200 മീറ്റേഴ്സ്. 1 to 10 വരെ കൗണ്ട് ചെയ്യും. അതിനു മുന്നേ നമ്മൾ ആ പോസ്റ്റ് കിടക്കണം. അത് പോസ്റ്റ് കടന്നില്ലെങ്കിൽ നമ്മൾ എക്സാമിന് ഫെയില്, പോസ്റ്റ് കടന്നാൽ നമ്മൾ എക്സാമിന് പാസ്സാവും. ഇങ്ങനെയായിരുന്നു നമ്മളുടെ പാസ്സും ഫെയിലും ആവുന്നത് നോക്കിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഈ ചപ്പുടു എന്ന് പറഞ്ഞവൾ ഒട്ടും ഈസി അല്ലായിരുന്നു. അവൾക്ക് എപ്പോഴും ആദ്യം വീടെത്തണം. ഇൻ കേസ് ഞാനെങ്ങാനും ആദ്യം വീടെത്തിക്കഴിഞ്ഞാൽ ഫുള്ള് പ്രാക്കും ബഹളം. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ 15 കിലോ കൂടും, ആനയാവും, വീപ്പക്കുറ്റിയാവും, ഇങ്ങനെയൊക്കെ പലതരം പ്രാന്തുകളായിരുന്നു അവൾക്ക്. ഇപ്പം ഇപ്പോൾ ഓർക്കും എന്തിനായിരുന്നു അതൊക്കെ.